ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാർ 5 ദിവസത്തെ ശമ്പളം നൽകാൻ ധാരണയായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരിതാശ്വാസ നിധിക്കെതിരെ നടക്കുന്ന കുപ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് തൃശൂർ കോർപ്പറേഷൻ 5 കോടി രൂപ നൽകും. അരിമ്പൂർ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി വ്യാപകമാകുന്നു. 1.5 മാസത്തിനുള്ളിൽ അരിമ്പൂർ പഞ്ചായത്ത് പരിധിയിൽ ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം 50ആയി. വീട് വീടാന്തരം ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യ പ്രവർത്തകർ രംഗത്ത്. വടക്കാഞ്ചേരിയിൽ വീട്ടുമുറ്റത്ത് കണ്ടെത്തിയ മലമ്പാമ്പിന് വീട്ടുടമ കാവലിരുന്നത് 2 ദിവസം. വനംവകുപ്പ് മലമ്പാമ്പിനെ കൊണ്ടുപോകാൻ വൈകിയതായി പരാതി. കരുവന്നൂർ പുഴയിലെ തകർന്ന കമാൻഡോ മുഖത്തെ സ്ലാബ് ബീംസ് ലൂയിസ് നിർമ്മാണത്തിന് മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് നൽകും. CC മുകുന്ദൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. കോവിഡിനെ തുടർന്ന് മതിയായ ഹാജരില്ലാത്തതിനാൽ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞതിനെതിരെ കേരള ഫാമിലി ഡോക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആരോഗ്യ സർവകലാശാലയ്ക്ക് മുന്നിൽ നടത്തിയ സമരം അവസാനിപ്പിച്ചു. ഫാർമസി കൌൺസിൽ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സമരം ഒത്തുതീർപ്പായത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ സാലറി ചലഞ്ച് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാർ 5 ദിവസത്തെ ശമ്പളം നൽകും. ഇത് സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട്. വരുന്ന ഓരോ തുകയും വയനാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കും. 5 ദിവസത്തെ ശമ്പളം ഒറ്റത്തവണയായി അടുത്ത മാസത്തെ ശമ്പളത്തിൽ നൽകാം. തവണകളായി സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത മാസം 1 ദിവസത്തെയും തുടർന്നുള്ള 2 മാസങ്ങളിൽ 2 ദിവസത്തെ വീതവും ശമ്പളം നൽകി പങ്കാളികളാകാം. ദുരിതാശ്വാസ നിധി സുതാര്യമല്ല എന്ന രീതിയിൽ നടക്കുന്ന കുപ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം മുണ്ടക്കൈയിൽ 8ാം ദിനവും തിരച്ചിൽ നടത്തി. ഇനിയും 180-ലേറെ പേരെ കണ്ടെത്താനുണ്ട്. ഉരുൾപൊട്ടലിൽ 396 പേർ മരിച്ചു. ഇതിൽ 224 പേരുടെ മരണമാണ് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് തൃശൂർ കോർപ്പറേഷൻ 5 കോടി രൂപ നൽകും. കൌൺസിലർമാരുടെയും ജീവനക്കാരുടെയും 1 മാസത്തെ ഓണറേറിയവും നൽകാനും കൌൺസിൽ യോഗം തീരുമാനിച്ചു. വയനാടിന് കൈത്താങ്ങായി 2 കോടി രൂപയെങ്കിലും നൽകണമെന്ന് മേയർ MK വർഗീസ് യോഗത്തെ അറിയിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ 5 കോടി രൂപ അനുവദിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. ഇത് യോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിനെ എതിർത്ത BJP പാർലമെന്ററി പാർട്ടി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി പകരം ദുരന്തബാധിതരുടെ പുനരധിവാസ പാക്കേജിൽ പങ്കാളിയായി പറ്റാവുന്നത്ര വീടുകൾ വെച്ച് നൽകണമെന്ന് അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ പരാമർശത്തെ LDF അംഗങ്ങൾ എതിർത്തു. തെരുവ് വിളക്കുകൾ കത്താത്തതിൽ കോൺഗ്രസ് കൌൺസിലർമാർ റാന്തൽ വിളക്കുകളുമായി പ്രതിഷേധിച്ചു. യോഗാരംഭത്തിൽ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കാനുള്ള നീക്കം മേയർ ഇടപെട്ട് തടഞ്ഞു. തെരുവ് വിളക്ക് വിഷയത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനത്തിന് വിരുദ്ധമായി ടെൻഡർ നടപടികൾ വൈകിപ്പിച്ചതിലടക്കം വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും ഇതിൽ കൃത്യമായ അന്വേഷണവും പരിശോധനയും വേണമെന്ന് ഷീബ ബാബു ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടുമെന്ന് മേയർ അറിയിച്ചു. ചണ്ടി നീക്കത്തിലടക്കം ജില്ലാ ഭരണകൂടം വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതിന്റെ അനന്തരഫലമാണ് കോർപ്പറേഷൻ പരിധിയിലെ പലയിടങ്ങളിലെയും വെള്ളക്കെട്ടിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയെങ്കിലും കോർപ്പറേഷന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. ഒപ്പം ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വൈദ്യുതി വിഭാഗത്തിലും ജനറൽ വിഭാഗത്തിലുമായി സംസ്ഥാന സർക്കാർ 140 കോടി രൂപയാണ് തൃശൂർ കോർപ്പറേഷന് നൽകാനുള്ളത്. ഇതുമൂലം പെൻഷൻ മുടങ്ങുകയും കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നഷ്ടമാകുകയുമാണ്. കോർപ്പറേഷന്റെ അടിത്തറയിളക്കുന്ന സർക്കാരിന്റെ വഞ്ചനാ നയം തിരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ഇനി മുതൽ അജണ്ടകളും പൊതുകാര്യങ്ങളും പ്രത്യേകം കൌൺസിൽ യോഗങ്ങൾ വിളിച്ചാകും ചർച്ച ചെയ്യുകയെന്ന് മേയർ അറിയിച്ചു. TCV തൃശൂർ. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുന്നതിനായി വയനാട്ടിൽ 3 ഏക്കർ സ്ഥലം നൽകുന്നതിനും സ്ഥാപനവും തൊഴിലും നഷ്ടപ്പെട്ട വ്യാപാരികളുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് പ്രത്യേക പദ്ധതി നടപ്പിലാക്കുമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് ഇരയായവരെ സഹായിക്കുന്നതിന് വയനാടിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും ദുരന്തമുഖത്ത് ക്യാമ്പുകളിലും ബന്ധുവീടുകളിലുമായി കഴിയുന്നവർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തത്തിൽ സ്തുത്യർഹമായ സേവനം പൂർത്തിയാക്കി തൃശൂരിൽ മടങ്ങിയെത്തിയ തൃശൂരിലെ ആംബുലൻസ് സഹപ്രവർത്തകരെ തൃശൂർ അശ്വിനി ആശുപത്രിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ആശുപത്രി അങ്കണത്തിൽ നടന്ന അനുമോദന ചടങ്ങിന് DMO ഡോക്ടർ TP ശ്രീദേവി, ഡെപ്യൂട്ടി DMO ഡോക്ടർ NA ഷീജ, NHM ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ TP സജീവ്, ആർദ്രം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് ദാസ്, അശ്വിനി ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഡോക്ടർ AC വേലായുധൻ,
AC പ്രേമാനന്ദൻ, PRO സന്തോഷ് കോലരി തുടങ്ങിയവർ നേതൃത്വം നൽകി. അരിമ്പൂർ പഞ്ചായത്തിൽ 14 പേർ ഡെങ്കിപ്പനി ബാധിതരായി ചികിത്സയിൽ. 1.5 മാസത്തിനുള്ളിൽ അരിമ്പൂർ പഞ്ചായത്ത് പരിധിയിൽ ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം 50ആയി. വീട് വീടാന്തരം ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യ പ്രവർത്തകർ രംഗത്ത്. ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അരിമ്പൂർ പഞ്ചായത്തിൽ 1.5 മാസത്തിനുള്ളിൽ 34 പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചിരുന്നു. ഇതിൽ ഭൂരിപക്ഷം പേർക്കും പുറമേ നിന്നുള്ള സമ്പർക്കത്തിലാണ് ബാധിച്ചിട്ടുള്ളത്. പഞ്ചായത്തിലെ 6-9 വാർഡുകളിലാണ് കൂടുതൽ പേർ ഡെങ്കിപ്പനി ബാധിതരായത്. വെള്ളം കെട്ടിനിൽക്കുന്നതാണ് ഡെങ്കിപ്പനിക്ക് കാരണമായ കൊതുകുകൾ പെരുകാനിടയാക്കുന്നതെന്നും ജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും അരിമ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ദീപക് മേനോൻ പറഞ്ഞു. നമുക്ക് അരിമ്പൂർ പഞ്ചായത്തിൽ ഇപ്പോൾ നിലവിൽ 14ഓളം ആക്റ്റീവ് ഡെങ്കു കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പക്ഷേ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക്. കാരണം ഇതിന് മതിയായ റെസ്റ്റും നിർജ്ജലീകരണം തടയാനുള്ള നടപടികളും കൊണ്ട് മാത്രം നമുക്ക് ഈ രോഗം ചികിത്സിക്കാവുന്നതാണ്. കൂടാതെ എനിക്ക് ജനങ്ങളോട് പറയാനുള്ള ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകൾ കൊതുക് ഫ്രീ ആയിട്ട് സൂക്ഷിക്കാനുള്ള ആക്റ്റീവായിട്ടുള്ള ശ്രമം ഓരോരുത്തരുടെ പക്കൽ നിന്നും ഉണ്ടാവുന്ന സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡെങ്കിപ്പനി മൂലം മേഖലയിൽ ആരും ഗുരുതരാവസ്ഥയിൽ എത്തിയിട്ടില്ലെങ്കിലും ഒരാൾക്ക് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അരിമ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരും ഹെൽത്ത് ഇൻസ്പെക്ടറും ഉൾപ്പെടെയുള്ളവർ അതീവ ജാഗ്രതയിലാണ്. പരിസര മലിനീകരണം, വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യം, പൊന്തക്കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങൾ തുടങ്ങിയവയാണ് കൊതുകുകൾ വളരാൻ ഇടയാക്കുന്നത്. ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകളിലെത്തി ഫോഗിംഗ് അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമാക്കിയതായി ഹെൽത്ത് ഇൻസ്പെക്ടർ സരേഷ് ശങ്കർ പറഞ്ഞു. അതുമാതിരി തൊഴിലുറപ്പ് ഇവരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ വാർഡുകളിലും കൊതുക് വരുന്ന ഭാഗങ്ങൾ കൂത്താടികളെ നശിപ്പിച്ചു കളഞ്ഞു. അത് പൊതുവെ എല്ലാം കഴിഞ്ഞു. ഇപ്പൊ അദ്ദേഹത്തിനെ കൊല്ലാനായിട്ടാണ് നമ്മളിപ്പോ ഫോഗിങ് എല്ലാ വാർഡുകളിലും പോയി നടന്നുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്തും ദിവസമായിട്ട് പോണില്ല. TCV ന്യൂസ് തൃശൂർ. വടക്കാഞ്ചേരിയിൽ വീട്ടുമുറ്റത്ത് കണ്ടെത്തിയ മലമ്പാമ്പിന് വീട്ടുടമ കാവലിരുന്നത് 2 ദിവസം. വനംവകുപ്പ് മലമ്പാമ്പിനെ കൊണ്ടുപോകാൻ വൈകിയതായി പരാതി. വിവരമറിയിച്ചിട്ടും വനപാലകർ എത്താതിരുന്നതിനാലാണ് വടക്കാഞ്ചേരി ഓട്ടുപാറ മാരാത്തക്കുന്ന് റോഡിലെ കരിവെട്ടിക്കൽ വീട്ടിൽ ഉമ്മറിന് 2 ദിവസം പാമ്പിനെ വീട്ടിൽ സൂക്ഷിക്കേണ്ടി വന്നത്. വീടിന്റെ മതിലിനരികിൽ പതുങ്ങിക്കിടന്ന പാമ്പിനെ കണ്ട് വനം വകുപ്പിൽ വിവരമറിയിച്ചു. ബൈക്കിലെത്തിയ ഉദ്യോഗസ്ഥർ കൊണ്ടുപോകാൻ വാഹനമില്ലെന്ന് പറഞ്ഞ് പാമ്പിനെ ചാക്കിൽ കെട്ടി വീട്ടുടമയെ ഏൽപ്പിച്ചു എന്നാണ് ആക്ഷേപം. തുടർന്ന് വീട്ടുടമ 2 ദിവസം മലമ്പാമ്പിന് കാവലിരിക്കേണ്ടി വന്നു. തുടർന്ന് നിരന്തരം വനം വകുപ്പ് ഓഫീസിൽ ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് 2ാം ദിവസം ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ കൊണ്ടുപോയത്. എന്നാൽ സംഭവത്തിൽ മനഃപൂർവ്വമായ വീഴ്ച വന്നിട്ടില്ലെന്നും വാഹന സൗകര്യമില്ലാതിരുന്നതിനാലാണ് വൈകിയത് എന്നും നിലവിൽ വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷന് വാഹനമില്ല എന്നും മച്ചാട് റേഞ്ച് ഓഫീസർ RS പ്രവീൺ വ്യക്തമാക്കി. TCV ന്യൂസ് വടക്കാഞ്ചേരി. മലമ്പാമ്പിനെ പിടിച്ച് കറിവെച്ച യുവാവിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. ബാപ്പുജി സ്റ്റേഡിയത്തിന് സമീപം താമസിക്കുന്ന എലമ്പലക്കാട്ടിൽ രാജേഷിനെയാണ് പാലപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PD രതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മലമ്പാമ്പിന്റെ ഇറച്ചി വേവിച്ചു വെച്ചതായി കണ്ടെത്തിയിരുന്നു. ഇറച്ചി ശാസ്ത്രീയ പരിശോധനയ്ക്ക് തിരുവനന്തപുരത്തെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. തളിയക്കോണം പാടശേഖരത്തിൽ നിന്നാണ് ഇയാൾ പാമ്പിനെ പിടികൂടിയതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ TM ഷിഹാസ്, VV ഷിജു, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ EV ബാബു തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കരുവന്നൂർ പുഴയിലെ തകർന്ന കമാൻഡോ മുഖത്തെ സ്ലാബ് ബീംസ് ലൂയിസ് നിർമ്മാണത്തിന് മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് നൽകാൻ തീരുമാനം. CC മുകുന്ദൻ MLA ചാഴൂരിൽ വിളിച്ചു ചേർത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ അടിയന്തര യോഗത്തിലാണ് തീരുമാനം. താൽക്കാലികമായി കമാൻഡോ മുഖം നിർമ്മിക്കാൻ 14 ലക്ഷം ആവശ്യമുണ്ടെന്ന് കലക്ടർ നിയോഗിച്ച സമിതി വിലയിരുത്തിയതിനെ തുടർന്നാണ് ഫണ്ട് കണ്ടെത്താനായി MLA യോഗം വിളിച്ചത്. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ തുക വീതിച്ചു നൽകാനാണ് തീരുമാനം. ഇതുപ്രകാരം ജില്ലാ പഞ്ചായത്ത് 4 ലക്ഷം, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 3 ലക്ഷം, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 2 ലക്ഷം, ചേർപ്പ്, പാറളം, ചാഴൂർ, താന്യം, അന്തിക്കാട് ഗ്രാമപഞ്ചായത്തുകൾ 1 ലക്ഷം രൂപ വീതവുമാണ് നൽകാൻ തീരുമാനിച്ചത്. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഈ തുക ഉടൻ കൈമാറും. യോഗത്തിൽ തഹസിൽദാർ സുനിത ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ AK രാധാകൃഷ്ണൻ, KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ,
ചേർപ്പ്, ചാഴൂർ, പാറളം, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. MLAയുടെ 2022-2023 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കരുവഞ്ഞൂർ പുഴ കമാൻഡോ മുഖത്തും ചിറക്കൽ തോടിൽ പടൂക്കടവിലും FRP ഷട്ടർ സ്ഥാപിക്കുന്നതിനായി 46 ലക്ഷം രൂപ അനുവദിച്ച് ഭരണാനുമതി ആയിട്ടുള്ളതിനാൽ ആ പ്രവൃത്തി വേഗം പൂർത്തീകരിക്കണമെന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് MLA നിർദ്ദേശം നൽകി. ഈ പ്രവൃത്തി നടപ്പിലാവുന്നതോടെ കമാൻഡോ മുഖത്ത് ഷട്ടർ സ്ഥിരം സംവിധാനമാകും. കേരള ഫാം ഡി ഡോക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സൈമൺ ജോഷ്വ ആരോഗ്യ സർവകലാശാലയ്ക്ക് മുന്നിൽ നടത്തിയ ഒറ്റയാൾ സമരം ഒത്തുതീർപ്പായി. ഫാർമസി കൌൺസിൽ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സമരം ഒത്തുതീർപ്പായത്. കേരള ആരോഗ്യ സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ ഫാർമസി കോളേജുകളിൽ 4ാം വർഷം പഠിച്ചുകൊണ്ടിരുന്ന 2020-2026 ബാച്ചുകാരെ കോവിഡ് കാലത്ത് മതിയായ ഹാജരില്ലാത്തതിനാൽ 3ാം വർഷ പരീക്ഷാഫലം തടയുകയും 4ാം വർഷം തുടർന്ന് പഠിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തതിനെതിരെയാണ് സൈമൺ ജോഷ്വ പ്രതിഷേധ സമരം നടത്തിയത്. കോവിഡ് മൂലമുണ്ടായ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേരള ആരോഗ്യ സർവകലാശാല അധികൃതർക്ക് നിർദ്ദേശം നൽകുമെന്ന് ഫാർമസി കൌൺസിൽ പ്രസിഡന്റ് ചർച്ചയിൽ അറിയിച്ചതിനെ തുടർന്നാണ് നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചത്. എരുമപ്പെട്ടി പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ ജിയോളജി വകുപ്പ് പരിശോധന നടത്തി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. കുട്ടഞ്ചേരി, പറക്കുന്ന്, പാലപ്പെട്ടി, തൂവാറ തുടങ്ങിയ കുന്നുകളിലും വീടുകൾക്ക് സമീപവും കരിയന്നൂരിലെ കുന്നിൻ ചെരുവിലുള്ള വീടുകൾക്ക് സമീപവുമാണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. കുട്ടഞ്ചേരി കുന്നത്ത് നാരായണന്റെ വീടിന് പുറകിലെ കുന്നിടിഞ്ഞിരുന്നു. 2018 പ്രളയത്തിലും മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് കുട്ടഞ്ചേരിയിൽ ഏതാനും വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കരിയന്നൂർ കുന്നിൻ ചെരുവിൽ താമസിക്കുന്ന മുക്കിൽപുരയ്ക്കൽ ദാസൻ, മുക്കിൽപുരയ്ക്കൽ വേലായുധൻ, മടത്തിൽപ്പറമ്പിൽ ഭാസ്കരൻ, കരിയന്നൂർ മണി എന്നിവരുടെ വീടിന്റെ പുറകുവശത്താണ് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞത്. 60ഓളം വീടുകളും അപകട സാധ്യതാ പ്രദേശ പരിധിയിലുണ്ട്. ഇവർ താമസിക്കുന്ന കുന്നിനോട് ചേർന്ന് വലിയ അളവിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഭീമൻ കരിങ്കൽ ക്വാറികളുണ്ട്. 2018 പ്രളയകാലത്തും കരിയന്നൂർ കുന്നിൽ വിള്ളൽ അനുഭവപ്പെട്ടിരുന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മണ്ണിടിയുന്ന ഭൂമികൾ തട്ടുകളാക്കി രൂപമാറ്റം വരുത്തുവാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. കുന്നംകുളം തഹസിൽദാർ OV ഹേമ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ TS സുരേഷ് കുമാർ, PS ശശി, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ബിജു എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, വാർഡ് മെമ്പർമാരായ സ്വപ്ന പ്രദീപ്, സതി മണികണ്ഠൻ എന്നിവരും ഉദ്യോഗസ്ഥരോടൊപ്പമുണ്ടായിരുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ചാലക്കുടി പുഴയിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള സമയങ്ങളിൽ പറമ്പിക്കുളം ആളിയാർ കരാർ നിർത്തിവെക്കണമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA ആവശ്യപ്പെട്ടു. ജലജാഗ്രതാ സമിതിയും ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറവും ചേർന്ന് നടത്തിയ ജലജാഗ്രതാ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂലൈ 29 പുഴയിൽ വലിയ തോതിൽ വെള്ളം കയറുന്നതുവരെ തനിക്ക് അറിയിപ്പൊന്നും ലഭിച്ചില്ലെന്ന് MLA പറഞ്ഞു. പെരിങ്ങൽകുത്തിലും പീച്ചിയിലും അണക്കെട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചയാണ് ചാലക്കുടി കരുവന്നൂർ പുഴകളിൽ വെള്ളമുയരാൻ ഇടയായതെന്ന് MLA പറഞ്ഞു. പ്രൊഫസർ കുസുമൻ ജോസഫ് അധ്യക്ഷയായി. റിവർ പ്രൊട്ടക്ഷൻ ഫോറം കൺവീനർ SP രവി, അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ഫാദർ വിൽസൺ എലുവത്തിങ്കൽ കൂനൻ, ഫാദർ വർഗീസ് പാത്താടൻ, ശ്രീഹരി മൂക്കന്നൂർ, ഡെനീസ് K ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മേഖലയിൽ മോഷണം വ്യാപകമാകുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഹൌസ് റോഡിൽ 2 വീടുകളിൽ മോഷണം നടന്നിരുന്നു. പരാരത്തുപറമ്പിൽ സന്ദീപ്, കോണത്ത് മൈക്കിൾ എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത്. സന്ദീപിന്റെ വീടിന്റെ അടുക്കളവാതിൽ പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് വെള്ളി ആഭരണങ്ങൾ കവർന്നു. സന്ദീപും കുടുംബവും വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു കവർച്ച. മൈക്കിളിന്റെ വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. വീട്ടിലെ അലമാരകളെല്ലാം കുത്തി തുറന്ന നിലയിലാണ്. ഇവിടെ നിന്നും വിലപ്പെട്ട വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മൈക്കിളും കുടുംബവും വിദേശത്താണ് താമസം. മൈക്കിളിന്റെ മരുമകൻ ഷിജോ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൌൺസിലർ VM ജോണി ആവശ്യപ്പെട്ടു. പുതുക്കാട് പാഴായിയിൽ ട്രെയിൻ തട്ടി വയോധികൻ മരിച്ചു. പാഴായി സ്വദേശി തൈശുവളപ്പിൽ വീട്ടിൽ 62 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. വീടിന് സമീപത്തെ റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം ചരക്ക് ലോറിയിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ടോറസ് ലോറിയിൽ ഇടിച്ചു കയറി. അപകടത്തിൽ കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. തൃത്താലയിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന കാർ യാത്രക്കാർ സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയിൽ ഇടിച്ചതിന് ശേഷം നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിയിൽ ഇടിച്ചു കയറുകയായിരുന്നു.
ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഇരിങ്ങാലക്കുട കൊല്ലാട്ടി ക്ഷേത്രത്തിന് സമീപം നിർത്തിയിട്ട കാർ മോഷ്ടിച്ച പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പുല്ലൂർ തുമ്പരത്തി വീട്ടിൽ പ്രവീണനെയാണ് മോഷ്ടിച്ച വാഹനം സഹിതം കോന്തിപ്പലം റോഡിൽ നിന്നും പിടികൂടിയത്. പ്രതി മുൻപും കളവ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു. SHO അനീഷ് കരീം, പോലീസ് ഉദ്യോഗസ്ഥരായ കെ അജിത്, PR ദിനേശ്, ഷംനാഥ് തുടങ്ങിയവർ മോഷ്ടാവിനെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രവാസികൾക്ക് തിരിച്ചടിയായി വിമാനയാത്രാ നിരക്ക് ഉയരുന്നു. 4-5 ഇരട്ടിയായാണ് നിരക്ക് വർദ്ധിച്ചിട്ടുള്ളത്. ഈ മാസം അവസാനം UAE-യിൽ വിദ്യാലയങ്ങൾ തുറക്കും. അതിനു മുൻപായി ഗൾഫിലെത്താൻ ശ്രമിക്കുന്നവർക്കാണ് നിരക്ക് വർധന ഇരുട്ടടിയാകുന്നത്. എയർ ഇന്ത്യ, സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ, എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ് തുടങ്ങിയ വിമാന കമ്പനികളെല്ലാം നിരക്ക് കുത്തനെ ഉയർത്തിയിട്ടുണ്ട്. 10,000-12,000 രൂപ നിരക്കുണ്ടായിരുന്ന ടിക്കറ്റുകൾക്ക് 50,000 രൂപയ്ക്ക് വരെ നൽകേണ്ട അവസ്ഥയുണ്ട്. കുടുംബസമേതം വിദേശത്ത് തിരിക്കാനിരിക്കുന്നവർക്ക് നിരക്ക് വർധന പ്രഹരമായിരിക്കുകയാണ്. റൂൾ കർവ് പാലിക്കാതെ പീച്ചി ഡാം തുറന്നുവിട്ടതിൽ പ്രതിഷേധിച്ച് പീച്ചി ഇറിഗേഷൻ ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു. ഡാം അനിയന്ത്രിതമായി തുറന്നുവിട്ടതിനെ തുടർന്ന് വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. DCC മെമ്പർ KC അഭിലാഷ്, പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മിനി നിജോ, KPCC മെമ്പർ ലീലാമ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് PKS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1,72,350 രൂപ കൈമാറി. PKS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി CK ഗിരിജ എന്നിവർ മുഖാന്തിരം ജില്ലാ സെക്രട്ടറി KV രാജേഷ് സംസ്ഥാന കമ്മിറ്റിക്ക് തുക കൈമാറി. അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. PK ശിവരാമൻ, CK ഗിരിജ, NK പ്രമോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ പ്രതി കഞ്ചാവുമായി പിടിയിൽ. എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ പ്രാൺ എന്ന ജിനേഷിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 24-നാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജിനേഷിനെ 1 വർഷത്തേക്ക് കാപ്പ നിയമപ്രകാരം നാടുകടത്തിയത്. നിയമം ലംഘിച്ച് ചന്ദ്രാപിന്നിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. ഇയാളിൽ നിന്നും 300 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. പത്രവാർത്തകളുടെ തോഴനാണ് പുല്ലൂറ്റ് മന്നനപ്പള്ളി സ്വദേശി ഏറാട്ടുപറമ്പിൽ അബ്ദുൽ ഖാദർ എന്ന 71 വയസ്സുകാരൻ. 1978 മുതൽ തുടങ്ങിയ പത്രവാർത്താ ശേഖരണം അബ്ദുൽ ഖാദർ ഇപ്പോഴും തുടരുകയാണ്. ശ്രദ്ധേയങ്ങളും വ്യത്യസ്തവുമായ പത്രവാർത്തകൾ വെട്ടിയെടുത്ത് ആൽബമാക്കി സൂക്ഷിക്കുകയാണ് ഇദ്ദേഹം. 46 ആൽബങ്ങളിലായി ഏകദേശം 45,000-ഓളം വാർത്തകൾ അബ്ദുൽ ഖാദർ ശേഖരിച്ചിട്ടുണ്ട്. ഖത്തറിൽ വെച്ച് ഒരു വാർത്തയെ ചൊല്ലി സുഹൃത്തുക്കളുമായി ഉണ്ടായ തർക്കമാണ് ഇദ്ദേഹത്തെ വ്യത്യസ്തമായ ഹോബിയിലേക്ക് വഴിതിരിച്ചുവിട്ടത്. ഒരു വാർത്ത വന്ന് അത് ഇങ്ങനെ കൂട്ടുകാരന്മാരിൽ സംസാരിച്ചപ്പോൾ ഞാൻ വായിച്ച വാർത്ത അത് മറ്റു 1-2 കൂട്ടുകാരന്മാരെ തന്നെ അങ്ങനെയൊന്നും വന്നിട്ടില്ല, അബ്ദുൽ ഖാദർ വെറുതെ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ തർക്കം വന്നതിന് ശേഷമാണ് ഇത് ചെയ്ത് തുടങ്ങിയത്. ഞാൻ പറയും ഞാൻ വായിച്ച വാർത്തയാണ്, അവരോട് അങ്ങനെയൊന്നും വന്നിട്ടില്ല. പിന്നീട് മുതൽ അതിനോട് താല്പര്യമായി. പിന്നെ പറഞ്ഞ വാർത്തകളൊക്കെ അതേപോലെ തന്നെ വെട്ടി സൂക്ഷിച്ചു വെക്കും. പ്രവാസ ജീവിതം മതിയാക്കി അബ്ദുൽ ഖാദർ ഖത്തറിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് ഒരു പെട്ടി നിറയെ വാർത്തകളുമായാണ്. 5 പത്രങ്ങൾ സ്ഥിരമായി വായിക്കുന്ന ഇദ്ദേഹം അവയിൽ പ്രാധാന്യമുള്ളവ വെട്ടിയെടുത്ത് ആൽബത്തിൽ ഒട്ടിക്കുകയാണ് പതിവ്. ഒരേ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ ഒരു ആൽബത്തിൽ സൂക്ഷിക്കുകയും വാർത്തകൾക്ക് നമ്പറും തീയതിയും നൽകുകയും ചെയ്യും. ഇത്തരത്തിൽ സൂക്ഷിച്ചുവെക്കുന്ന വാർത്തകൾ വായിക്കാൻ പലരും എത്താറുമുണ്ട്. ഒരിക്കൽ ഖത്തറിൽ നിന്നും വാർത്ത നിറച്ച പെട്ടിയുമായി അവധിക്ക് നാട്ടിലേക്ക് പുറപ്പെട്ട അബ്ദുൽ ഖാദറിനെ ഖത്തർ എയർപോർട്ടിൽ അധികൃതർ തടഞ്ഞുവെക്കുകയുണ്ടായി. പാഴ്പേപ്പറിൽ നിന്നുപോലും വാർത്ത മുറിച്ചെടുക്കുന്ന ഈ 71 വയസ്സുകാരൻ വ്യത്യസ്തമായ ഹോബിയിലൂടെ നാട്ടുകാർക്കിടയിൽ ശ്രദ്ധേയനാണ്. ഭാര്യ സുഹ്റയും വിവാഹിതരായ മക്കൾ റൈഹാനാത്ത്, റഹ്മത്ത് എന്നിവരും അബ്ദുൽ ഖാദറിന്റെ വാർത്താപ്രിയത്തിന് കൂട്ടായുണ്ട്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൽ ബാർബർ ഷോപ്പിലേക്ക് പടക്കമെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും കടയിലുണ്ടായിരുന്നയാളെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മേത്തല പടഞ്ഞ കാരോളി വീട്ടിൽ പ്രദീപ് എന്ന പ്രതീഷിനെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 2009 ഫെബ്രുവരി 19-ന് കണ്ടംകുളം ക്ഷേത്രത്തിന് സമീപം
ബാർബർ ഷോപ്പിൽ പടക്കമെറിഞ്ഞ പ്രദീപ് ബാർബർ ഷോപ്പിലുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ എന്നയാളെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് കോടതി പ്രദീപിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. SI തോമസ്, CPOമാരായ ഉണ്ണികൃഷ്ണൻ, ബിനിൽ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പൂവത്തൂരിൽ 3 പേർക്ക് പരിക്കേറ്റു. ചൂളപ്പുര സ്വദേശി വാലിപ്പറമ്പിൽ ഖാലിദ്, കുളങ്ങരകത്ത് ഉമൈബാൻ, ആയുഷമ്മ എന്നിവർക്കാണ് കടിയേറ്റത്. ആയുഷമ്മയെയും ഉമൈബാനെയും തെരുവ് നായ്ക്കൾ ആക്രമിക്കുന്നത് കണ്ട് രക്ഷപ്പെടുത്താൻ ഓടിയെത്തിയതായിരുന്നു ഖാലിദ്. 3 ആശുപത്രിയിൽ ചികിത്സ തേടി. പൂവത്തൂർ, പാവറട്ടി മേഖലകളിൽ തെരുവ് നായ്ശല്യം രൂക്ഷമാണ്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 16 വർഷമായി പുറമ്പോക്കിലെ വൈദ്യുതിയില്ലാത്ത കൊച്ചുകൂരയിൽ താമസിച്ചിരുന്ന വിധവയായ വയോധികയുടെ വീട്ടിൽ നന്മ വെളിച്ചം പകർന്ന് രാമവർമ്മപുരം KSEB ജീവനക്കാർ. രാമവർമ്മപുരം നെല്ലിക്കാട് ചിറ്റിലാമ്പറമ്പിൽ വീട്ടിൽ 70 വയസ്സുള്ള വത്സലയുടെ കൊച്ചു വീട്ടിലാണ് വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെ കരുതലിൽ വൈദ്യുതി വെളിച്ചം പ്രഭ ചൊരിഞ്ഞത്. തൃശൂർ കോർപ്പറേഷൻ 8ാം ഡിവിഷനിലെ നെല്ലിക്കാടുള്ള സ്നേഹവീടിന് സമീപമാണ് വിധവയായ വത്സല തനിച്ച് താമസിക്കുന്നത്. വിധവാ പെൻഷനാണ് ഏക വരുമാനം. വീട് വയറിംഗ് ചെയ്യുന്നതിനോ വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിനോ വത്സലയ്ക്ക് സാധിച്ചിരുന്നില്ല. വെളിച്ചമില്ലാത്തതിനാൽ രാത്രി ഇഴജന്തുക്കളുടെ ഉപദ്രവം ഭയന്നാണ് കഴിഞ്ഞിരുന്നത്. പുറമ്പോക്കിലുള്ള വീടിന് കെട്ടിട നമ്പറില്ലാത്തതിനാൽ സർക്കാർ ആനുകൂല്യത്തിന് സാങ്കേതിക തടസ്സമുണ്ടായിരുന്നു. വത്സലയുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ രാമവർമ്മപുരം KSEB ജീവനക്കാർ വീട് വൈദ്യുതീകരിക്കുന്നതിനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. വീടിന്റെ വയറിങ്ങിനും കണക്ഷനുമുള്ള എല്ലാ ചിലവുകളും ജീവനക്കാർ തന്നെ സന്തോഷത്തോടെ വഹിച്ച് പുതിയ വൈദ്യുതിക്കാൽ സ്ഥാപിച്ച് കണക്ഷൻ നൽകുകയായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ സാറുണ്ടായില്ല. അങ്ങനെ ഞാൻ അവരോട് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ സാറോട് വന്ന് അന്വേഷിച്ചു. സാറായിട്ട് ഇതെല്ലാം ശരിയാക്കി തന്നു. സന്തോഷമായി. ഇത് ഇത്രയും കിട്ടിയത് എനിക്ക് ഭാഗ്യം. വൈദ്യുതി കണക്ഷന്റെ സ്വിച്ച് ഓൺ കർമ്മം തൃശൂർ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ MA ഷാജു നിർവഹിച്ചു. തൃശൂർ വെസ്റ്റ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിസി K ഡേവിസ്, വിയൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KB ഷാജികുമാർ, രാമവർമ്മപുരം സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ AS വിനോദ് തുടങ്ങി സെക്ഷനിലെ ജീവനക്കാരും ചടങ്ങിൽ സന്നിഹിതരായി. ഇവിടെ തൊട്ടൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ കറണ്ട് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയപ്പോൾ ഈ കാര്യം സെക്ഷൻ ഓഫീസിൽ ഡിസ്കസ് ചെയ്യുകയും അവർ ഈ കാര്യം മനസ്സിലാക്കി തങ്ങളുടെ സെക്ഷൻ്റെ കീഴിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു വീട് പോലും ഉണ്ടാവുമെന്നുള്ള തിരിച്ചറിവിലാണ് അവർ ഒരു സൺറൈസ് മീറ്റിങ്ങിൽ തീരുമാനമെടുക്കുകയും അവരുടെ തന്നെ സ്റ്റാഫ് ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് ഈ വയറിങ് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മളുടെ പ്രഖ്യാപിത ലക്ഷ്യം. അപ്പോൾ അത് കൈവരിക്കാൻ ഈ സെക്ഷൻ ഓഫീസ് കാണിച്ച ശ്രമത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. TCV ന്യൂസ്, തൃശൂർ. പുഴയ്ക്കൽ ശോഭാ സിറ്റിക്ക് സമീപമുള്ള തോടിനോട് ചേർന്ന് മൃതദേഹം കണ്ടെത്തി. 45 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വിയ്യൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചേർപ്പിൽ കാട്ടുപന്നിയെ കണ്ടത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി. പെരിഞ്ചേരി പീടികമുറി കൂനംപ്ലാക്കൽ ജോസ് K ജോണിന്റെ വീട്ടുവളപ്പിലാണ് കാട്ടുപന്നിയെ കണ്ടത്. വീട്ടിലെ CCTVയിൽ കാട്ടുപന്നിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6385 രൂപ, പവന് 51,080 രൂപ. വെള്ളി ഗ്രാമിന് 87 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3287 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാർ 5 ദിവസത്തെ ശമ്പളം നൽകാൻ ധാരണയായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരിതാശ്വാസ നിധിക്കെതിരെ നടക്കുന്ന കുപ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് തൃശൂർ കോർപ്പറേഷൻ 5 കോടി രൂപ നൽകും. അരിമ്പൂർ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി വ്യാപകമാകുന്നു. 1.5 മാസത്തിനുള്ളിൽ അരിമ്പൂർ പഞ്ചായത്ത് പരിധിയിൽ ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം 50ആയി. വീട് വീടാന്തരം ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യ പ്രവർത്തകർ രംഗത്ത്. വടക്കാഞ്ചേരിയിൽ വീട്ടുമുറ്റത്ത് കണ്ടെത്തിയ മലമ്പാമ്പിന് വീട്ടുടമ കാവലിരുന്നത് 2 ദിവസം. വനംവകുപ്പ് മലമ്പാമ്പിനെ കൊണ്ടുപോകാൻ വൈകിയതായി പരാതി. കരുവന്നൂർ പുഴയിലെ തകർന്ന കമാൻഡോ മുഖത്തെ സ്ലാബ് ബീംസ് ലൂയിസ് നിർമ്മാണത്തിന് മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് നൽകും. CC മുകുന്ദൻ MLA വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം.
കോവിഡിനെ തുടർന്ന് മതിയായ ഹാജരില്ലാത്തതിനാൽ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞതിനെതിരെ കേരള ഫാമിലി ഡോക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആരോഗ്യ സർവകലാശാലയ്ക്ക് മുന്നിൽ നടത്തിയ സമരം അവസാനിപ്പിച്ചു. ഫാർമസി കൌൺസിൽ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സമരം ഒത്തുതീർപ്പായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.